വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് ജർമ്മനിയിലെ ആഖൻ എന്ന് പറയുന്ന ഒരു സിറ്റിയിലോട്ടാണ്. ഇവിടെ ഒരു കത്തീഡ്രലുണ്ട്. ചരിത്രപരമായി വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രലാണ് ആഖൻ കത്തീഡ്രൽ. അപ്പോൾ ഇതിനകത്തോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ വേറെ എവിടെയോ എത്തിയ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മൈസൂർ പാലസിലൊക്കെ പോയൊരു ഫീലായിരുന്നു എനിക്ക് ഇവിടെ വന്നപ്പോഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തമായ പള്ളികളിലൊന്നായ ആഖൻ കത്തീഡ്രലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ലളിതമായൊന്ന് അറിഞ്ഞാലോ. ആഖൻ കത്തീഡ്രൽ 796 ചാർലമീൻ തൻ്റെ രാജധാനിയുടെ ഭാഗമായാണ് നിർമ്മിച്ചത്. 805 പോപ്പ് ലിയോ മൂന്നാമൻ ഈ കത്തീഡ്രൽ കോൺസെക്രേറ്റഡ് ചെയ്തു. 936 മുതൽ 1531 വരെ 30-ലധികം ജർമ്മൻ രാജാക്കന്മാരും 12 രാജ്ഞിമാരും ഇവിടെ രാജാഭിഷേകം നടത്തി. പ്രശസ്തമായ കാൽസ്ട്രെയിനിൽ ചാർലമീനിൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പരിശുദ്ധ മറിയത്തിൻ്റെ വസ്ത്രം, യേശുവിൻ്റെ ബാല്യകാല വസ്ത്രമൊക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഖൻ കത്തീഡ്രൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. കത്തീഡ്രലിൻ്റെ പ്രധാന ഭാഗം കരോളിംഗ്യൻ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീടുള്ള കാലത്ത് അത് ഗോതിക് ശൈലിയിൽ മാറി. പിന്നെ പറയപ്പെടുന്നത് റോമനെസ്ക് അതുപോലെ തന്നെ ബറോക്ക് ശൈലികളുടെ സ്വാധീനവും ഈ ഒരു ഇതിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആഖൻ നഗരം പൂർണ്ണമായിട്ട് തകർന്നെങ്കിലും ഈ കത്തീഡ്രലിന് വലിയ നാശമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ 1978 ആഖൻ കത്തീഡ്രൽ ജർമ്മനിയിലെ ആദ്യ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് ഒരു ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദിസ് കത്തീഡ്രൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങളിത് കണ്ടോ, ആ ഒരു കളർ ഗ്ലാസ്, അതിൽ നല്ല ഭംഗിയില്ലേ കാണാൻ? അത് ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ്. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ പൊന്നിൻ കുരിശ് കണ്ടോ, ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് ആൾക്കാരെ കണ്ടോ, നമുക്ക് ഇവിടെ വരെ പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ആൾക്കാരെ ഇതിനെക്കുറിച്ച് എന്തോ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർക്ക് മാത്രമേ അതിനകത്തോട്ട് കയറാൻ പറ്റുന്നുള്ളൂ. ഞങ്ങളൊക്കെ അവിടെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിനകത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇതൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ മേലെ ഇതൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ വന്ന് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പോയൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ആൾക്കാരൊന്നും ആ സമയത്തില്ല, അത് ക്ലോസ് ചെയ്യുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ഇത് പിന്നെ ആ കത്തീഡ്രലിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണ് അതിൻ്റെ പുറമേ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.